എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് 2 ദിവസത്തെ വ്ളോഗാണ്, സാറ്റർഡേ സൺഡേ. ഇന്ന് സാറ്റർഡേ നമുക്ക് പോയിട്ടൊരു തുണി എടുത്താലോ? എനിക്കൊരു ഉടുപ്പെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ള കൈയൊക്കെ കെട്ടുന്ന ഒരു ഉടുപ്പെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും താമസിക്കേണ്ട, നമുക്കിന്ന് പോയി അത് എടുക്കാമെന്ന്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. സ്റ്റുഡിയോയുടെ മുന്നിൽ ചെന്ന് കുറേ നേരം വായി നോക്കി നിന്നു. പറ്റുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അവസാനം ഞാൻ എടുത്തത് സ്റ്റൈൽ യൂണിയൻ എന്നാണ് കേട്ടോ. കുറേ നേരം അവിടെ കറങ്ങിത്തിറങ്ങിയൊക്കെ അങ്ങനെ നടന്നു. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ മുടക്കാനൊരു മടിയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ ഒക്കെ അറിയുന്നത്, നമുക്ക് മനസ്സിലാവുന്നു. കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ വേണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ലേറ്റായിട്ടുണ്ട്, നല്ല വിശക്കണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു നമ്മൾ ഓർഡർ ചെയ്ത മന്തി കിട്ടാനായിട്ട്. ഹാഫ് മാത്രമാണ് മന്തി ഓർഡർ ചെയ്തെങ്കിലും തിന്നിട്ടൊന്നും തീരുന്നുണ്ടായിരുന്നില്ല. 3/4 ഭാഗവും അവിടെ വെച്ചിട്ട് തന്നെ വരേണ്ടി വന്നു. സൺഡേ മോർണിംഗ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. രാത്രി ഒരുപാട് ലേറ്റായി നമ്മൾ കിടന്നുറങ്ങാനൊക്കെ, കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങുമ്പോൾ ഒരു സമയമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 12 മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും നമ്മുടെ പാല് കാച്ചൽ ചടങ്ങ് നമുക്ക് ചെയ്യണം. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച്, എനിക്ക് കട്ടൻ ചായ പിന്നെ കുടിച്ചാലേ ഒരു ഉന്മേഷം കിട്ടുള്ളൂ. ചായയൊക്കെ കുടിച്ചിട്ട് കപ്പയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നല്ല നാടൻ കപ്പ പുഴുങ്ങി, നല്ല തേങ്ങായും അതേപോലെ തന്നെ നല്ല എരിവുള്ള നല്ല മുളകൊക്കെ അരച്ച് ചേർത്ത് ചമ്മന്തിയായിരുന്നു നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. കുഞ്ഞുമക്കൾക്കാണെങ്കിൽ നമ്മൾ നൂഡിൽസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ആക്കിയത്. നാടും വീടൊക്കെ മാറി നിൽക്കുമ്പോഴുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കൊപ്പം കൂട്ടുകൂടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മടുപ്പോ നാടിനെ വിട്ട് നിൽക്കുന്ന വേദനയൊക്കെ കുറച്ചങ്ങ് കുറയും കേട്ടോ. ചെറിയ രീതിയിലൊരു ഹൗസ് വാമിംഗ് ആണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഗണപതി ഹോമത്തിനും കാര്യത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ പോയിട്ടുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ നമ്മൾ റെഡിയാവുന്നു. ഞങ്ങൾ ലേഡീസ് ഒന്ന് റെഡിയാവാനുണ്ട്, ബാക്കി ജെൻസ് റെഡിയായതാണ്, മക്കൾ റെഡിയായതാണ്, കുട്ടികൾക്കുള്ള നൂഡിൽസും റെഡി. എല്ലാം അപ്പം നമുക്കൊന്ന് ടേബിളിലേക്ക് എടുത്ത് വെച്ച് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ മക്കൾക്ക് കൊടുത്തിട്ട് എല്ലാവരെയും ഒന്നൊരു സൈഡാക്കാം. അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് പാല് കാച്ചലിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ് കേട്ടോ. അപ്പം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, വിളക്ക് കത്തിച്ചു വെച്ചു. നമ്മൾ പാല് കാച്ചിന് വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്തു. നമുക്ക് ഗണപതിക്ക് പായസവും കാര്യങ്ങളും പ്രസാദമൊക്കെ വച്ചതിന് ശേഷം നമുക്ക് പാല് കാച്ചാൻ തുടങ്ങാം കേട്ടോ. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്നുള്ളത്. നമ്മുടെയൊക്കെ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ വളരെ വലിയൊരു ലോൺ എമൗണ്ടൊക്കെ എടുത്തിട്ട് വലിയ വലിയ കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ സ്വപ്നം കാണുക. ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള ടച്ചുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ വളരെ വലിയൊരു എമൗണ്ട് ആകും. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലേക്കുള്ള ഡ്രീമിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് വീടെന്ന് പറയുന്ന സ്വപ്നം കയ്യെത്താ ദൂരത്തായി മാറുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടം, അത് മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുണ്ടല്ലോ ഇന്ന് എത്ര തരം വീടുകളും എത്ര വില കുറച്ചുള്ള ലോ കോസ്റ്റുള്ള വീടുകളുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഒരു 3 to 5 lakhസിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഡ്രീം ഹോം നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള
സാധാരണ രീതിയിലുള്ള നല്ലൊരു വീട്, നമ്മളുടെ ഒരു ബാക്കിയുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കിടക്കുകയല്ലേ. നമുക്ക് നന്നായിട്ട് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം, ട്രാവൽ ചെയ്യണം, ഫുഡ് കഴിക്കണം, ബേസിക് നീഡായിട്ടുള്ള ഡ്രസ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ. അപ്പം ആ വീടെന്ന് പറയുന്ന സ്വപ്നം ചെറിയ രീതിയിലായാലും നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീടിനെ പറ്റി ചിന്തിക്കുക. വളരെ വലിയ ബംഗ്ലാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. സൺഡേ ഈവനിങ് ഞാനൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ. പുറത്ത് പോയിട്ട് കുറച്ച് ഹോം മെയ്ഡ് സ്നാക്സ്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പുതിയ സ്ഥലം ആയതുകൊണ്ട് വലിയ പരിചയമൊന്നുമില്ല. ഓട്ടോ ബുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഫൈനലി ഓട്ടോ കിട്ടി, നമ്മൾ എങ്ങനെയോ വീട്ടിലെത്തിയിട്ടുണ്ട്. വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കാം. ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിക്കാനാണ് തോന്നിയത്. വേഗം തന്നെ നമുക്ക് ഒരു ചായ ഇട്ട് ചായ കുടിക്കാം. ഞാനിപ്പോൾ ഉണ്ടല്ലോ, കുറേ നാളുകളായിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്, ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. കുട്ടികൾ, ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും ഇമ്പോർട്ടൻസാണ് ഇപ്പം ഞാൻ എനിക്ക് കൊടുക്കുന്നത്. കാരണം ഞാൻ എവിടെയും എത്തിയില്ല എൻ്റെ ലൈഫിൽ. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. എനിക്ക് നിറയെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് മോഡൽ ഡ്രസ്സ് ഇടുന്നത്, ഒരുപാട് ചെരുപ്പുകൾ വാങ്ങിക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള നിറയെ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോൾ സാധിക്കുമെന്ന് എനിക്കറിയില്ല. വയസ്സാണെങ്കിൽ 10-30 കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ്, എങ്ങോട്ടാണെന്നുള്ള ഭയങ്കരമായിട്ട് കുറേ ചിന്ത ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പണികളായിട്ട് ചെയ്യാം. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, കുളിക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. എന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.